മുത്തീന്നോ നിങ്ങളുടെ മുത്താണോ ആരുടെ മുത്ത പപ്പയുടെ മുത്ത് പറടി സാറ ഒങ്ങുമായിരുന്നോ സാറാ ഒങ്ങുമായിരുന്നോ സാറാ ഒക്കെ കഴിഞ്ഞോ അവള് ഫുൾ ടൈം ഉറക്കോ അവളുടെ മെയിൻ പരിപാടി ഉറക്കോ അലമ്പും ഇത് രണ്ടുമാണ് അവളുടെ ആത്യന്തികപരമായ ലക്ഷ്യം രാവിലെ എണീക്കുക അലമ്പുക അതാ അടുത്ത അലമ്പുന്ന മെയിൻ ടീം സാറാ അത് ആരാ വന്നു നീ വെളിക്കെടുക്കും അവളെ ഡിസ്റ്റർബ് ചെയ്യാൻ അവൾക്ക് ഈ പാട്ട് എന്നും കേൾക്കാൻ ഇഷ്ടമല്ല അവൾ അതുകൊണ്ട് പാടിക്കൊണ്ടിരിക്കും തൊഴിക്കുന്ന ചേട്ടനെ അവൾക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞില്ല എന്താ പാട്ട് ഇഷ്ടമുള്ളത് കണ്ട അവർക്ക് എണീറ്റ് വന്നപ്പോ തൊട്ട് ആ പാട്ട് ഇഷ്ടമല്ല അതെന്തോ അമ്മ ആലോചിച്ച് കൊടുക്കാം കേട്ടോ ജൊഹാൻ വേണ്ട ജൊഹാൻ എന്തിനാ ഇങ്ങനെ അലമ്പുന്ന നീ അലമ്പാൻ മിടുക്കനാട്ടോ കേട്ടോ നിന്റെ അലമ്പൊന്നും ഇവിടെ വേണ്ട പോടാ പോയി പല്ല് വെക്കുക രാവിലെ നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞിട്ടാണ് ചപ്പാത്തിയും പോർക്കറി ആയിരുന്നു ഇന്ന്. അപ്പൊ അതായിരുന്നു ഇന്ന് രാവിലെ. ഇന്ന് എല്ലാവർക്കും ഒരേ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു, വേറെ വേറെ വെച്ചില്ലായിരുന്നു. സാധാരണ ഇവിടെ ഹോട്ടൽ പോലെ ആയിരുന്നു. ചിലപ്പോ 2-3 ടൈപ്പ് ചിലപ്പോ കാണും. ഇന്ന് പക്ഷെ എല്ലാവർക്കും ഒന്ന് തന്നെയായിരുന്നു. ഇനിയിപ്പം ഇവിടെ കിടന്ന് ഇങ്ങനെ ബഹളം വെച്ചോണ്ടിരിക്കല്ലേ പിള്ളേർ, അതുകൊണ്ട് ഇന്ന് പിള്ളേർക്ക് ഒരു മാച്ച് ഞങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പം മാച്ച് ചെയ്യാനായിട്ട് പോവാം വേവ് ബോർഡ് വെച്ച്, അല്ലേ ചോക്കട്ടാ? മാച്ച് ഇന്നിപ്പം വേവ് ബോർഡ് വെച്ച് അവർക്ക് മാച്ച് വേണം. അല്ലെങ്കിൽ എപ്പോഴും വീടിനകത്ത് തന്നെ ഇരിക്കുവാണല്ലോ, എന്തെങ്കിലും ഒരു വെറൈറ്റി ഉണ്ടല്ലോ. കുറേ നാളായില്ലേ ഒരു വീടിനകത്ത് തന്നെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. കഴിഞ്ഞ ദിവസം അന്നമ്മോള് ഒരു ബേക്കറി ഇവിടെ പാലായുടെ ഇപ്പുറത്താണോ അത് അങ്ങോട്ട് പോകുന്ന വഴിക്കാണ് വഴിയൊക്കെ മറന്നു പോയെന്നൊക്കെ പറയുന്നത് കേട്ടു. കുറേ നാളായില്ലേ വീടിനകത്ത് ഇരിക്കാൻ തുടങ്ങിയിട്ട്. അപ്പൊ ഇന്ന് വേവ് ബോർഡിന്റെ ഇതുണ്ട്, മത്സരമുണ്ട്. ജോക്കൂട്ടനും ഉണ്ട്, പിന്നെ ആരാടാ ഉള്ളെ? ജോക്കൂട്ടനും അന്നമ്മോളും ഫാസ്റ്റ് ചേച്ചി ആയിരിക്കും ഫാസ്റ്റ്. എന്താ നീ ഫാസ്റ്റ് ആണെന്ന് നിനക്ക് എങ്ങനെ അറിയാം? വെച്ചല്ലേ ഇതിപ്പോ എത്ര നാളായി? എന്നിട്ട് നീ അവിടെ ജയിച്ചോ? ശരി. അപ്പൊ ഇന്ന് ആ ഒരു വ്ളോഗാണ്. അപ്പൊ നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞു. അതെ ഷാന, അപ്പത്തേനും ഷാന ഉറങ്ങിക്കഴിഞ്ഞ് എണീറ്റ് കഴിഞ്ഞിട്ട് ഇച്ചിരി നേരം ഇങ്ങനെ ഞങ്ങൾ വഴക്കാം. ഇല്ല അന്നേരം പിന്നെ ഉറങ്ങിക്കഴിഞ്ഞപ്പോ നിന്നെ ഇഷ്ടമല്ല. ഇപ്പൊ ഇഷ്ടമല്ല എന്താ ജോക്കട്ടെ സ്വപ്നത്തിൽ ഒന്ന് വഴക്കുണ്ടാക്കിയല്ലോ. അവൾക്ക് ഈ പാട്ട് ഉറങ്ങിക്കഴിഞ്ഞപ്പോ ഇഷ്ടമല്ല, നീ പാടണ്ട. അപ്പൊ എന്റെ ഫേസ് ഒന്ന് രാവിലത്തെ സ്കിൻ കെയർ ഒക്കെ ചെയ്യാൻ പോവാം. കുറെ പേര് ക്ഷീണിച്ചു എന്നൊക്കെ ഞാൻ പറഞ്ഞു. അത് കണ്ണെഴുതാത്ത ദിവസം ഞാൻ വ്ളോഗിൽ കാണുമ്പോഴാണ് നിങ്ങൾക്ക് ക്ഷീണിച്ചു എന്ന് തോന്നുന്നത്. പിന്നെ വർക്കൗട്ടൊക്കെ ചെയ്യുന്നതുകൊണ്ട് കുറച്ച് മെലിഞ്ഞിട്ടുണ്ട്. ഈ ഞാൻ ഇപ്പൊ ഇട്ടിരിക്കുന്ന ഡ്രസ്സൊക്കെ എനിക്കൊരു സമയത്ത് കയറാത്ത ഡ്രസ്സൊക്കെ ആയിരുന്നു. അപ്പൊ അതൊക്കെ ഇപ്പൊ കയറുന്നുണ്ട്. അപ്പൊ കുറച്ച് വണ്ണം കുറഞ്ഞിട്ടുണ്ട്. അപ്ഡേറ്റ് ഒക്കെ ആയിട്ട് ഞാൻ പിന്നെ വ്ളോഗൊക്കെ ചെയ്യുന്നതായിരിക്കും. നമ്മൾ പെട്ടെന്ന് മുഖമൊക്കെ കൈയിട്ടെ രാവിലെ ഒന്ന് ഫേസൊക്കെ ഒന്ന് നമ്മൾ ഫേസും ഹെയറും ഒക്കെ ഇപ്പം എല്ലാ ദിവസവും ബോഡിയൊക്കെ നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ട്. കുറേ നാൾ നമ്മൾ 21 ഡേയ്സ് ഒരു റുട്ടീനായിട്ട് ഫോളോ ചെയ്യുവാണെങ്കിൽ അത് നിങ്ങൾ ലൈഫ് ലോങ് ആയിട്ട് പോകുമല്ലോ. അപ്പം അതങ്ങനെ ഇങ്ങനെ ടേക്ക് കെയർ ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. അപ്പം ഞാനൊന്ന് ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് ഞാനൊന്ന് സ്ക്രബ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പം ഇന്നത്തെ സ്പെഷ്യൽ സംഭവം എന്ന് പറഞ്ഞാൽ ജോക്കുട്ടൻ്റെ വേവ് ബോർഡിങ് കേപ്പബിലിറ്റീസ് നമ്മൾ എക്സാമിൻ ചെയ്യുകയാണ്. അല്ല ജോക്കുട്ട, നമ്മൾ പരീക്ഷിക്കാൻ പോകും. ജോക്കുട്ടൻ്റെ വേവ് ബോർഡിനെ പറ്റി മൊത്തം പറയണമെന്ന് കേട്ടോ. ഓക്കെ, വീടില്ല, നമുക്ക് ജോക്കുട്ടനെ തന്നെ ചോദിച്ചറിയാം. ജോക്കുട്ടൻ പറയും. ജോക്കുട്ട വേവ് ബോർഡിങ്ങിൻ്റെ മൊത്തം എന്ന് പറഞ്ഞു തരുമോ ഞങ്ങൾക്ക് വേണ്ടി?
അവിടെ പറയുന്നല്ലോ ജോക്കുട്ടെ കൊണ്ട് ഇപ്പം ഞാൻ പറയിപ്പിക്കാം. ആൻ രാവിലെ മുതൽ ഒരു സ്ഥലത്ത് ഇരിപ്പുണ്ട്, ഞാൻ കാണിച്ചത്. ആണോ നീ വാ ആൻ, കമോൺ. ഞങ്ങൾ ഒരാളങ്ങോട്ട് വിളിക്കുന്നുണ്ട് കൂടുതൽ. ഞങ്ങളുടെ സ്പെഷ്യൽ താരമായ ആൻ അവിടെ ഇരിക്കുകയാണ്. ആദ്യം ഓക്കെ. അല്ല ഇത് ആൻ, ഇതെങ്ങനെ നിങ്ങൾ പഠിച്ച വേവ് ബോർഡിങ്? അത് ജോക്കൂട്ടാ, ഓ ജോക്കൂട്ടിനെ ഇവൾ അടിച്ചു വീഴുതി. ഓക്കെ, നിങ്ങളിൽ ആരായത് ആദ്യം ചെയ്തേ? ഏത് വേവ് ബോർഡിങ്ങോ? അപ്പോൾ ജോയോട് തന്നെ ചോദിക്കാം. ജോഹാൻ എണീറ്റ് വാ, ബാബാ കമോൺ. അവൻ എങ്ങനെ പഠിച്ച ഞാൻ പറയാം. ആ അവൻ എങ്ങനെ പഠിച്ചെന്ന് പറ. എങ്ങനെ ഇങ്ങനെ ചെയ്യാൻ പഠിച്ചു. എങ്ങനെ ചെയ്യാൻ പഠിച്ചു? റയൻ എന്ന് പറഞ്ഞ ഫ്രണ്ട് ഉണ്ട്. ആ നിങ്ങളിൽ ആദ്യം പഠിച്ചതാരാ? ജോയാണ്. ഓക്കെ, എന്നിട്ട് അപ്പം റയൻ ഇവനെ പിടിക്കും. റയൻ ഇവനെ ഇങ്ങനെ പിടിക്കും. എന്നിട്ട് ഇവനെ ഇങ്ങനെ കുറെ കൊണ്ടുപോയിട്ട് ഫാസ്റ്റ് കൊണ്ടുപോയിട്ട് റയൻ കൈ വിടും. അപ്പൊ അവൻ ഇങ്ങനെ ഇങ്ങനെ ചെയ്ത് അങ്ങനെ ഇവൻ പഠിച്ച. ഓക്കെ, എനിക്കൊരു സംശയമുണ്ട്, ഇത് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്? ഇത് ചുമ്മാ ഞാൻ കയറിയിട്ട് പോകുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾക്കും ആദ്യം പോകുന്നില്ലായിരുന്നു, പക്ഷെ എന്തോ നികളി ഇവിടോ? വികളോ? വികളെന്ന് പറഞ്ഞാൽ അങ്ങനെ വികളി ചെയ്യാൻ ആരെ പഠിപ്പിച്ചേ? വികളി തന്നെ ചെയ്താണോ? ഓക്കെ, ജോഹാൻ എന്ത് ചെയ്യും? ജോഹാന നീ എന്തിനാണോ ഉന്തിയിട്ടത്? അല്ല, ആദ്യം ചെയ്താരാ? ഇതെല്ലാം ഞാൻ ഇതിനകത്ത് കാണുന്നുണ്ട് കേട്ടോ. ആദ്യം നീ അവൻ്റെ തട്ടിപ്പറിച്ചു. ആര്? ജോഹാൻ ഇത്രയും കടന്ന് ഓടിച്ചൊന്നുമില്ല. അതിനെ വിളിക്കല്ലേ, പാവം. വിളി, നീ വികളി ചെയ്തെന്ന് കാണിച്ചേ. ഓക്കെ, ഇനിയിപ്പോ ഞാൻ നോക്കാം ഇതിനകത്ത് ആരാ ഏറ്റവും കൂടുതൽ നന്നായിട്ട് വികളി ചെയ്യുന്നത്. ജോഹാൻ ഡാ, ജോഹാൻ എന്നാ പറ്റിയത്? സാറ് എന്നാ പറ്റിയത് ജോഹാന്? സാറ് നോക്കി ജോഹാൻ എന്നാ പറ്റിയതെന്ന്. ജോഹാൻ വാ, എന്നെ പഠിപ്പിക്കേ. എന്തു പറ്റി സാറാ? ചേച്ചി എന്നെ കാണിച്ചു. ആ ചേച്ചി ആണല്ലേ, അതെടുത്താണല്ലേ. ജോഹാൻ വന്നേ, ഞാൻ വെയിറ്റ് ചെയ്യാം. എനിക്കിത് നീ എന്നെ പഠിപ്പിക്കാന്ന് പറഞ്ഞ വികളി ചെയ്യാനും ചാടാനും ജമ്പ് ചെയ്യാനൊക്കെ ഞാൻ പോയി പഠിക്കാൻ. എനിക്ക് നീ വാ, ഓടി വാ. ക്യുക്ക്. ജോഹാൻ എണീക്കടാ. ജോഹാൻ എന്തിനാ ഇപ്പോൾ ഇവിടെ കിടക്കുന്നേ? ഇതെല്ലാവരും കാണുന്നുണ്ട് കേട്ടോ. ഇത് ഫുൾ ആൾക്കാർ കാണുന്നുണ്ട്, മൊത്തം ആൾക്കാർ കാണുന്നുണ്ട് ജോക്കൂട്ടാ. അപ്പം ജോക്കൂട്ടാ, അന്നമോള് വികളി ചെയ്യുന്ന എങ്ങനെ കാണിച്ചു തന്നു. പക്ഷേ ജോക്കൂട്ടം വന്നു, ജോക്കൂട്ടം വികളി ചെയ്യുന്ന കാണിച്ചു കൊടുക്കുക. പക്ഷേ ഇവിടെ ഏറ്റവും കൂടുതൽ തവണ അല്ല, ഇത് ഇവിടെ ആദ്യം പഠിച്ച ജോക്കൂട്ടനാണ്. ജോക്കൂട്ട എടാ, ഇതിന്റെ ഫ്രണ്ടും ബാക്കും ഒക്കെ ഇങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്യടാ. ഇത് പുതിയതായിട്ട് മേടിക്കാൻ പോകുന്ന പിള്ളേർക്ക് നീ എന്ത് ഉപദേശം കൊടുക്കാൻ പോന്നെ ജോക്കൂട്ടാ? ഇത് മേടിക്കാൻ, ഇത് ഒരുപാട് പേര് മേടിക്കാൻ പോവായിരിക്കും. അപ്പൊ ജോക്കൂട്ടൻ എന്നാ പറഞ്ഞു കൊടുക്കുന്നവർക്ക്? ജോക്കൂട്ടാ അതല്ല, ഇതെങ്ങനെ ചെയ്യുന്നത് പറഞ്ഞു കൊടുക്കുക. ഇതിന്റെ ഫ്രണ്ട് ഏതാ ബാക്ക് ഏതാ അതൊക്കെ പറഞ്ഞു കൊടുക്കുക. ഇത് നമ്മൾ റൈറ്റ് സൈഡ് ആയിരിക്കും, അത് ഈ സൈഡ് ആയിരിക്കും. എങ്ങനെ നിൽക്കേണ്ടത്, എങ്ങനെ നമ്മൾ അത് നിൽക്കേണ്ട പൊസിഷൻ ചെയ്യേണ്ട എങ്ങനെയാ? ഇങ്ങനെ. ഓ ഇങ്ങനെയാണ് പൊസിഷൻ ചെയ്യേണ്ടത്. ഈ ഷാർപ്പ് സൈഡിലും മറ്റേത് കോക്ക് സൈഡിലും. ഓ അങ്ങനെയാണ്. ഓ അങ്ങനെയാണല്ലേ. ഓക്കെ, ഉള്ളില് റൗണ്ട് എടുക്കുന്നത്. അതായത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അങ്ങനെ കറങ്ങി ഇവിടെ വരണം. കുറഞ്ഞ സമയം കൊണ്ട് കറങ്ങി വരുന്ന ആൾക്കാർക്ക് ഫസ്റ്റ് സമ്മാനമായിട്ട് ന്യൂട്രൽ. PS4 എടേ, PS4 ഇത്രയും നിനക്ക് അറിവുണ്ടോ PS4-ന്? പക്ഷെ നിനക്ക് പഠിച്ചാൽ മാത്രമേ പ്ലേ സ്റ്റേഷൻ കിട്ടത്തുള്ളൂ, അത് പപ്പ പറഞ്ഞിട്ടുണ്ട്.
ഓക്കെ, ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാം. ഞാൻ അത് സ്റ്റോപ്പ് വാച്ച് ആയില്ലല്ലോ, സ്റ്റോപ്പ് വാച്ച് നോക്കട്ടെ. റീസ്റ്റാർട്ട് ചെയ്യും. റീസ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ആയില്ല. ഇപ്പം നിൻ്റെ ടൈമിങ് നീ നോക്കണം, ജോക്കുട്ടിൻ്റെ ടൈമിങ് നീ നോക്കണം. ആയില്ല, ജോക്കുട്ടി ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പോൾ 0-0 ആണ് ടൈം. ഓക്കെ, ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ റൗണ്ട് ജോക്കുട്ടൻ ഫിനിഷ് ചെയ്യുന്നു. അപ്പോൾ ആരാണ് ഏറ്റവും ഫാസ്റ്റ് ഫിനിഷ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ പറയാൻ പോണ്, റെഡി 1 2 3 സ്റ്റാർട്ട്. സ്റ്റോപ്പ് വാച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ജോക്കുട്ടൻ പോയിരിക്കുകയാണ്. ഓക്കെ, കമോൺ. വാ കയറി വാ. ഓക്കെ, ടൈം എത്ര? 20 seconds point 73. ജോക്കുട്ടാ നീ 20 second point 73. Okay. Here. ജോക്കുട്ടാ Ready? 1 2 3. Yeah! 40 seconds. പിന്നെ जो ചുമ്മാ പറയല്ലേ? I think not 14. 19.98. It's 19. ജോക്കുട്ടൻ 20. അതായത് 1 സെക്കൻഡ് വ്യത്യാസം. ജോക്കുട്ടൻ അവിടെ വീണോണ്ടാണ് സെക്കൻഡ് പോയത്. ഒന്നുകൂടെ ട്രൈ ചെയ്യുന്നു ജോക്കുട്ടൻ. അവൻ വീണോണ്ടല്ലേ? ഒന്നുകൂടെ ട്രൈ ചെയ്തു. ഓക്കെ, അപ്പൊ ഇപ്പൊ ഒരു കാര്യം, ഇപ്പൊ ഹൈസ്റ്റ് വന്നേക്കുന്നത് അല്ലടാ ജോക്കുട്ടാ. ഇപ്പൊ 19 ആണ്. നിനക്ക് ഇപ്പോഴത്തെ ആരാണ് ലോസ്റ്റ് റെക്കോർഡ് ബ്രേക്കിംഗ് നോക്കാം. ഓക്കെ ഓക്കെ, ജോക്കൺ. ഓ കമോൺ ജോൺ, കമോൺ ജോഹാൻ, കമോൺ. യെസ്, നൗ ജോഹാൻ. ഇപ്പൊ 12 ആയി ജോഹാൻ. ഇപ്പൊ 12 ആയി ജോഹാൻ. വെരി ഗുഡ് ജോഹാൻ. ഇപ്പൊ നീ 12 ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. ഇനി നിനക്ക് വേണമെങ്കിൽ ഒന്നുകൂടി ട്രൈ ചെയ്യാം 12 താഴെ. ഇനി നീ ഇനി 12 താഴെ നിനക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റുമോ നോക്ക്. ഓക്കെ ജോഹാൻ, നെക്സ്റ്റ് 12 താഴെയാണ് സ്റ്റാർട്ട്. ഓക്കെ, വാ. Come on, fast. Come on. No. 14. See, jo 14 la poyada. ഓക്കെ, ഇനി ജോക്കുട്ടൻ ഒന്നുകൂടെ. നിനക്ക് ജോക്കുട്ടൻ്റെ റെക്കോർഡ് മാറ്റുന്നുണ്ടോ? ജോക്കുട്ടൻ്റെ 12 മാറ്റിയിട്ട് അതിൽ താഴ്ന്ന ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഓക്കെ, 12 ഇപ്പോൾ ജോക്കുട്ടൻ്റെ ഫസ്റ്റ് നിൽക്കുന്നത്. ഓക്കെ പൊക്കോ. ഞാനാണ് നോക്കുന്നത് ആരാണ് ഏറ്റവും കൂടുതൽ നോക്കുന്നത്. ഇപ്പോൾ 12 ആണ്, ജോക്കൂട്ടറാണ് 12 എന്ന് നിൽക്കുന്നത്. ആരാണ് ഏറ്റവും മിനിമം? ഇപ്പോൾ 10 ചെയ്യാൻ പറ്റുവാണെങ്കിൽ 10 ചെയ്യാൻ പറ്റുവാണെങ്കിൽ യു ആർ ദ ബെസ്റ്റ്. ഓക്കെ, ജോക്കൂട്ടർ പിന്നെ അതിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റുമോ നോക്കണം. ഓക്കെ, ഓക്കെ. ആൻഡ് യു കനോട്ട്. ഇപ്പോൾ തന്നെ 14. Okay. Now Johan, you are അല്ല, ഇത് നമുക്ക് നോക്കാം ആരാണ് ഏറ്റവും ബെസ്റ്റ്. മിനിമം അത് ഇതല്ലേ ഒളിമ്പിക്സിലൊക്കെ നമ്മൾ ഓടി കുറച്ച് ടൈം ഉണ്ടല്ലോ. ഇല്ല, അതിന് ഓരോരുത്തരുടെ റെക്കോർഡ് നമുക്ക് ബ്രേക്ക് ചെയ്യാൻ നോക്കാം. ഏറ്റവും നിനക്ക് ഇനിയും ചാൻസ് ഉണ്ട്. നിനക്ക് ടെന്നിസ് ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ ഓപ്പൺ ചാൻസ് അല്ലേ. ജോക്കോട്ടെ ചെല്ലടാ. ആയില്ല ഞാൻ വെച്ചില്ല. ആയില്ല, ഇവിടെ വന്നിട്ട്. ഓക്കെ, റെഡി 1 2 3. ഓക്കെ, ജോഹാൻ. ജോഹാൻ ഈസ് ഗോയിങ് റിയലി ഫാസ്റ്റ്. Again 12 Johan. Again 12. എനിക്ക് തോന്നുന്നുണ്ടല്ലോ ഇതാന്ന് തോന്നുന്നത് ഹയസ്റ്റ് 12. നമുക്ക് 12 ആയിരിക്കും ഹയസ്റ്റ്. ഇനി നീ ചെയ്തോ. നീ ചെയ്തിട്ട് 12 താഴെ വരുമോ നോക്ക്. ചോക്കട്ടാ നോക്ക്. ഞാൻ പിടിക്കാം. ആയില്ല.
റെഡി 1 2 3. Now done. 13.51. നിനക്ക് പറ്റും. ഒന്നുകൂടെ ചെയ്താൽ പറ്റും. ഇല്ല, നീ ഇപ്പോൾ ഓൾറെഡി 12 ആയി. 12.5 ആയി. നീ 12.5 താഴെ വരുവാണെങ്കിൽ ജോക്കൂട്ട് ഒന്നുകൂടെ ട്രൈ ചെയ്ത് അതിനേക്കാളും താഴെ ആക്കാൻ നോക്കണം. അപ്പോൾ ആരാണ് ഏറ്റവും കൂടുതൽ മിനിമം ടൈമിൽ വരുന്നത് നമുക്ക് നോക്കുന്നത്. ഓക്കെ ജോക്കൂട്ട്. ഇവിടെ എത്തുമ്പോൾ സ്റ്റോപ്പ് ചെയ്യണേ. Wow, great. 12.86. It's somewhat close. ഞാൻ പിടിക്കാം. അയ്യോ റീസെറ്റ്. Cheating. 2-1. Oh! ഈ സ്റ്റിൽ നീയാണ് ഫസ്റ്റ്. അതെ, ഇവളെന്ത് കാണിക്കാത്ത? നീ എന്താ കാണിക്കാ സാർ? അത് ഞാൻ പറയട്ടെ, ഇത് ഭയങ്കര ടോണും പിന്നെ ആ സോക്സ് ഉള്ളതുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ ജയിച്ചാനാ. ബേസ്മെന്റ് ആയിരുന്നെങ്കിൽ ഞാൻ തന്നെ ജയിച്ചാനാ. ബേസ്മെന്റ് ആയിരുന്നെങ്കിൽ ആരും ജയിക്കും നമുക്കറിയില്ല. നമുക്ക് നോക്കാം. നമുക്കിനി വേറൊരു പ്രൊഫൈലിൽ പോയിട്ട് നമുക്ക് ചെയ്ത് നോക്കാം ആരാ ജയിക്കുന്നതെന്ന്. ഓക്കെ, ഇപ്പോൾ ജയിച്ച ആളെ നമ്മൾ കൈ പൊക്കുന്നതാണ്. ഓക്കെ, ഇവിടെ നിൽക്കും. 3 പേരും കൂടെ നിൽക്കും. ഓക്കെ, നടുക്ക് നിൽക്കുന്ന ആൾ നടുക്ക. ഫസ്റ്റ് ആളുടെ നടുക്ക്. ഫസ്റ്റ് നിന്ന ആൾ നടുക്ക് നിൽക്കുക. സാർ ഇവിടെ നിൽക്കുക. ജയിച്ച ആളുടെ കൈ പൊക്കാൻ പോണേ. ഓക്കെ, റെഡി 1 2. ഞാനാ കൈ പൊക്കുന്നത്. ഞാനാ. ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു ജൊഹാൻ. സെക്കൻഡ് പ്രൈസ് ഗോസ് ടു നീ എന്തിനാ കൈ പൊക്കുന്നേ? 2 കൈ പൊക്കി നിനക്ക് സമ്മാനമൊന്നും കിട്ടത്തില്ല കേട്ടാ. പൊക്കോടെ അവിടുന്ന്. ഇനി ജോക്കറിന്റെ ഫേമസ് ചാട്ടം കാണിച്ചോ. ഓടിപ്പോയി ചാട്. ചേച്ചി ചാടണം. എന്റെ പൊന്നെ സാറാ, നീ താഴെ വീടും കേട്ടാ. അവനെ ഞാൻ പറ്റിച്ചല്ലേ. ഒരു ഉമ്മ മാത്രമുള്ള ഗിഫ്റ്റ് ആണ്. സെക്കൻഡ് പ്രൈസിനെങ്കിലും ഗിഫ്റ്റ് വേണം. ന്യൂട്രല്ല, സെക്കൻഡ് പ്രൈസിന് ഗിഫ്റ്റ് വേണം. ഞാൻ നോക്കട്ടെ. എനിക്ക് പാപ്പ പോകണം വാങ്ങിക്കാൻ വേണ്ടി. ഓഹോ, അപ്പം അത് ഇവിടെ പിള്ളേരെല്ലാവരും കളിച്ചുകൊണ്ടിരിക്കുന്നത്. രാവിലത്തെ കാപ്പി കൂടി ഒട്ടും ബഹളമില്ലാത്ത പിള്ളേരാട്ടോ. രാവിലത്തെ കാപ്പി കൂടിയൊക്കെ കഴിഞ്ഞിട്ട് വേവ് ബോർഡിൻ്റെ ഇപ്പം നിങ്ങൾ മാച്ച് കണ്ടു കാണും. അപ്പം അത് കഴിഞ്ഞിട്ട് സാറയ്ക്ക് കളിക്കാൻ പറ്റാത്തതുകൊണ്ട് സാറേനെ കയറ്റിക്കൊണ്ട് പോവുക. അപ്പം അന്നമ്മോളുടെ കൂടെ ആരും കളിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ അന്നമ്മോള് അയ്യോ എല്ലാം കൂടെ മറിഞ്ഞ് താഴെ വീഴുന്നു. അനുമോക്ക് വെയിറ്റ് അധികമല്ലേ അന്നമ്മോളെ? അനുമോക്ക് ഈ സാറ് പറയുന്നു വീഴുന്നേ. ഭൂ പറഞ്ഞു പോകും. ഈ സാര താഴെ വീഴും. ഇവിടെ ഇരുന്നുള്ള പണിയൊക്കെ ചെയ്ത് ബാക്കിയുള്ളവനെ എന്താ പറയുന്നത്, എല്ലാവരും തെറി വിളിക്കുകയാണ്. വഴി കൂടി പോകുന്നവരൊക്കെ എന്നെ തെറി വിളിച്ചിട്ട് പോകുന്ന ആ ഒറ്റ വ്ളോഗിൽ എനിക്കൊന്നും മനസ്സിലായില്ല. എന്ത് ചെയ്യാനെന്ന് പറ.
അതാ ഞാൻ പറഞ്ഞിരുന്നേ, എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ കണ്ടിട്ട് കൂടിയില്ലാത്ത ആൾക്കാരൊക്കെ എന്നെ ചുമ്മാ ഒന്ന് തിരുവിളിച്ചിട്ട് വന്നു. എന്ത് ജിനുമോളെ തന്നെ അതുകൊണ്ട് രാവിലെ ഞാൻ എനിക്ക് വരുമ്പോഴത്തേക്കുണ്ടല്ലോ അമ്മയുടെ മെസ്സേജ് എന്താണെന്നറിയോ, ഞാൻ അമ്മയുടെ മെസ്സേജ് തരുന്നതെങ്കിൽ അമ്മയുടെ മെസ്സേജ് തരുന്നത് ഞാൻ കാണിച്ചു തരാൻ. അവളെ കൊണ്ട് മൊത്തം പണിയൊന്നും ചെയ്ത് നീ പോയി തുണി അത് കണ്ടോണേ, ഇതാണ് അമ്മയുടെ മെസ്സേജ്. രാവിലെ എണീറ്റ് വന്നപ്പോൾ ഇത് അമ്മ മെസ്സേജ് അയച്ചേക്കുന്നത് കണ്ടോണം. ഈ കാണാവോ? ശരി, കാണത്തില്ല. കണ്ടോണം, അമ്മ എഴുതിയേക്കുന്നതാണ്. അമ്മ എഴുതിയത് കുറച്ച് പാത്രം കഴുകി കൊടുക്കണം, ജിനിമോക്ക് തുണി വിരിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ അവൾ മടുക്കും കേട്ടോ, വീട് തൂത്തുവാരണം, എന്തൊക്കെയാ ഇത് നീയും കൂടി ചെയ്ത് കൊടുക്കും. ഞാനൊരു ഒറ്റ ഓട്ടം വെച്ച് കൊടുത്തു, പൊക്കോണം ഇവിടുന്ന്. എന്ത് ചെയ്യാനെന്ന് പറ. നല്ല രാവിലെ എണീറ്റ് വന്നത് ഞാൻ ഞെട്ടിപ്പോയത് ഇത് അമ്മയുടെ മെസ്സേജ് കണ്ടിട്ടാണ്. ഞാൻ എന്തോ സംഭവം ഇത് ഒന്നും മനസ്സിലാക്കിയില്ല. പിന്നെയാണ് ഞാൻ ഈ പറഞ്ഞ മെസ്സേജ് എല്ലാം വായിച്ചു വെക്കുന്നത്. അപ്പോഴാണ് ആളാൻ പറഞ്ഞ് നാട്ടുകാർ മൊത്തം എനിക്കിട്ട് തറി. ഞാൻ എന്താ ചെയ്തിട്ട് അതൊന്നും മനസ്സിലാവുന്നില്ല. ഒന്നും ചെയ്യാത്തതാണ്. അതുകൊണ്ട് ഇന്ന് മുതൽ ഞാൻ കഷ്ടപ്പെടുന്ന കുറെ വീഡിയോകൾ എടുത്ത് പോസ്റ്റ് ചെയ്തായിരിക്കും. അമ്മ ഒരു വീട്ടിൽ വിളിച്ചു ചെയ്യാ. Life is a winding road, no telling where it goes. Driving through days and nights, won't stop for traffic lights. And I really wanna know if I'll ever figure out where the അതെ, എനിക്കൊരു അഭിപ്രായമുണ്ട്. എന്താണെന്നറിയോ, ഈ പച്ച കളർ കറുത്ത കളർ ഈ പറഞ്ഞ മാസ്ക് എല്ലാം മാറ്റി വെക്കണം. കഴിഞ്ഞ ദിവസം ഏതോ ഒരു സാധനം പരച്ചിട്ട് മൊത്തം കറുത്ത് പോയിട്ട് ഞാനത് ഊരാപ്പെട്ട പാടില്ല. ഇത് ഈ പറഞ്ഞ എലാസ്റ്റിക്കുകളാണ്. പ്രത്യേകിച്ച് അത് ജെല്ലല്ലായിരുന്നോ? പീൽ ഓഫ് മാസ്ക് ആയിരുന്നു. അത് പീൽ ഓഫ് മാസ്ക്. ഇത് പറഞ്ഞതാ, ഇത് ചുമ്മാ മാസ്ക് കഴിക്കളഞ്ഞാൽ കൊള്ളാം. എന്തൊക്കെ തരത്തിലുള്ള മാസ്കാണ്. ഞങ്ങൾക്കാകുമ്പോൾ ഒരു മാസ്ക് എടുത്തുള്ളൂ. നീ അത് വെച്ചോണ്ടാണ് പറഞ്ഞോണ്ടിരിക്കുന്നത്. അവൻ BTS പാട്ടും വെച്ചോണ്ട് ദൈവമേ, അത് ആ രണ്ടരൊക്കെ ഇത് ഇട്ടിട്ടുണ്ടോ? ഓ കുഞ്ഞു ക്യാമറയാണ്. അതെ, ഇതുപോലെ കഷ്ടപ്പെടുത്തരുതെന്നാണ് എല്ലാവരും പറഞ്ഞേക്കുന്നത്. പ്രേക്ഷകരെല്ലാം പറഞ്ഞേക്കുന്നത്. ഇവരും എന്നെ സഹായിക്കാറുണ്ട്. ഇപ്പൊ ക്ലീനിങ്ങിനൊന്നും അവിടെ ചേച്ചി വരുന്നുണ്ട്, ഇപ്പൊ വരുന്നില്ലല്ലോ. ഇപ്പൊ ക്ലീനിങ് ഒക്കെ ഇവരാ ചെയ്യുന്നത്. ആര്? പേര് എടുത്തു പറ. എന്റെ ഭർത്താവായ വിജോ ജോർജ്, മക്കളായ ആൻ ജോഹാൻ സാറ. അങ്ങനെ എടുത്തു പറ. ഇത് ഭീഷണിപ്പെടുത്തി പറയുന്ന നല്ലതും കൂടി പറഞ്ഞു. ഇല്ലെങ്കിൽ അവര് വിചാരിക്കും ഇടയ്ക്ക് ചൂലായിട്ട് പോകുന്നുണ്ട്. ഇവരെ ശല്യപ്പെടുത്താൻ പോകുന്നു. എന്നാലും ചൂലും കൊണ്ട് പോകുന്നുണ്ടല്ലോ. ഇത് ഭീഷണിപ്പെടുത്തി അല്ലെന്നും കൂടെ പറയും. ഇല്ലെങ്കിൽ ഇവര് വിചാരിക്കും കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി പറഞ്ഞു. Life is a winding road, no telling where it goes. Driving through days and nights, won't stop for traffic lights. And I really wanna know if I'll ever figure out where the road goes. Even if I'm falling down, I will keep on searching for